മുതിർന്ന പൗരന്മാരുടെ ഇൻഷുറൻസ് പ്രീമിയത്തിലെ ഇളവിൽ തീരുമാനമാകാതെ GST കൌൺസിൽ യോഗം. ജനുവരിയിൽ നടക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായേക്കും. ഓൺലൈനിൽ സേവനം നൽകുമ്പോൾ ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിക്കാണ് സേവനം ലഭിക്കുന്നതെന്ന് ബില്ലിൽ രേഖപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കൌൺസിൽ അംഗീകരിച്ചു. കെട്ടിട വാടകയ്ക്ക് GST നൽകുന്നതിൽ നിന്ന് വ്യാപാരികളെ ഒഴിവാക്കാൻ GST കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ചേർന്ന 55ാമത് GST കൌൺസിൽ യോഗത്തിൽ മുതിർന്ന പൗരന്മാരുടെ ഇൻഷുറൻസ് പ്രീമിയത്തിലെ ഇളവിൽ തീരുമാനമായില്ല. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുമായി കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമുണ്ടാകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. എന്നാൽ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയത്തിന് ഏർപ്പെടുത്തിയ GST ഒഴിവാക്കിയിട്ടുണ്ട്. ഓൺലൈനിൽ സേവനം നൽകുമ്പോൾ ഏതു സംസ്ഥാനത്തുള്ള വ്യക്തിക്കാണ് സേവനം ലഭിക്കുന്നതെന്ന ബില്ലിൽ രേഖപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യം കൌൺസിൽ അംഗീകരിച്ചു. അതേസമയം വ്യോമയാന ഇന്ധനം GSTയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയ്ക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. കെട്ടിട വാടകയ്ക്ക് GST നൽകുന്നതിൽ നിന്ന് വ്യാപാരികളെ ഒഴിവാക്കാൻ GST കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. ഏതാനും ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും 1% ദുരന്ത നിവാരണ സെസ് ഏർപ്പെടുത്തുന്നത് പരിശോധിക്കാൻ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ അടങ്ങുന്ന സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആപ്പുകൾ വഴി നൽകുന്ന റെസ്റ്റോറന്റ് സേവനങ്ങൾക്ക് 5% കോമ്പസിറ്റ് നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനവും നീട്ടി. ജീൻ തെറാപ്പിയെ GSTയിൽ നിന്ന് ഒഴിവാക്കി. സർക്കാർ പദ്ധതികൾക്ക് ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്യുന്നതിന് GST ഈടാക്കില്ല. കശുവണ്ടി കർഷകർ നേരിട്ട് ചെറുകിട വിൽപ്പന നടത്തിയാൽ GST ഉണ്ടാവില്ലെന്നും കൌൺസിലിൽ തീരുമാനമായി. കൈരളി ന്യൂസ്, ദില്ലി.